പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇന്ന് നിറവേറ്റിത്തരുന്നതായിരിക്കും. ഇന്ന് ദൈവം നിങ്ങൾക്കൊരു മനോഹരമായ വാഗ്ദത്തം തന്നിരിക്കുന്നു. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36 അധ്യായം 11 വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ ആദ്യകാലത്തുണ്ടായിരുന്നതിനേക്കാൾ അധികം നന്മ ഞാൻ നിങ്ങൾക്ക് ചെയ്യും. ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും. ദൈവം പറയുന്നു, എന്റെ മകനെ, എന്റെ മകളെ, നിനക്ക് പണ്ടുണ്ടായിരുന്ന നന്മകളേക്കാൾ അധികം നന്മ ഞാൻ നിനക്ക് ചെയ്തു തരും എന്ന് യഹോവ പറയുന്നു. ചിലരുടെ ജീവിതത്തിൽ പണ്ട് ഞാൻ നന്നായി ജീവിച്ചു, സമൃദ്ധി ഉണ്ടായിരുന്നു, നന്നായിരുന്നു, പേരും പ്രശസ്തിയും ഉണ്ടായിരുന്നു, സൗകര്യങ്ങളുണ്ടായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടു, സുഖസൗകര്യങ്ങളെല്ലാം പോയി, നല്ല ദിവസങ്ങളെല്ലാം പോയി. ഇപ്പോൾ ദുഃഖവും കഷ്ടവും പ്രയാസവും ഞെരുക്കവും തോൽവികളും വഞ്ചന എന്നൊരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണോ? പഴയ സ്ഥിതിയിലേക്ക് വീണ്ടും എത്തുമോ എന്ന് ചിന്തിക്കുകയാണോ? ദൈവം തന്നിരിക്കുന്ന വാക്യം എന്താണെന്നറിയാമോ? എന്റെ മകനെ, മകളെ, പണ്ടത്തെ സ്ഥിതിയിലേക്ക് വന്നാൽ മതി എന്ന് നീ വിചാരിക്കുന്നുണ്ടല്ലോ. പണ്ടത്തെ സ്ഥിതിയേക്കാൾ നന്മകൾ ഞാൻ നിനക്ക് ചെയ്തു തരും. അതിനേക്കാൾ ഞാൻ നിന്നെ ഉയർത്തി കാണിക്കും. അതിനേക്കാൾ ഞാൻ നിനക്ക് പുകഴ്ചയുണ്ടാക്കിത്തരും. അതിനേക്കാൾ ഞാൻ നിന്നെ ഉന്നതിയിലെത്തിക്കും. പണ്ടത്തെ സ്ഥിതിയേക്കാൾ നന്മകൾ ഞാൻ നിനക്ക് ചെയ്തു തരും എന്ന് ദൈവം പറയുന്നു. എത്ര അത്ഭുതവാനായ ദൈവമാണല്ലേ! നീ നിന്റെ പണ്ടത്തെ സ്ഥിതി ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ നിനക്ക് അതിനേക്കാൾ വലിയ അനുഗ്രഹം വെച്ചിരിക്കുന്നു എന്ന് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ഇയ്യോബ് എന്നൊരു ഭക്തനെക്കുറിച്ച് ബൈബിളിൽ വായിക്കുന്നില്ലേ? നല്ല സൗകര്യങ്ങളുണ്ടായിരുന്നു അയാൾക്ക്. ആടുകളും പശുക്കളും ഒട്ടകങ്ങളും ആ കാലത്ത് അങ്ങനെയായിരുന്നു. മൃഗങ്ങളും ഫാമും വേലക്കാരും വേലക്കാരികളും അവയെല്ലാം നഷ്ടപ്പെട്ടു. ശരീരസൗഖ്യം നഷ്ടപ്പെട്ടു. എല്ലാ നന്മകളും നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ തിരിച്ചറിയാൻ പോലും അറിയാത്ത വിധത്തിൽ ബാധിക്കപ്പെട്ട്, അയാളുടെ മക്കളെ നഷ്ടപ്പെട്ട്, പ്രശസ്തി നഷ്ടപ്പെട്ട്, സ്വത്തുക്കൾ നഷ്ടപ്പെട്ട്, എല്ലാവരും പരിഹസിച്ച് സംസാരിച്ചു, മോശമായി സംസാരിച്ചു, വെണ്ണീരിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ പഴയ കാലത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കുന്നു. അതുപോലെയുള്ള ഒരു സ്ഥിതി വീണ്ടും വരുമോ? എല്ലാം നഷ്ടപ്പെട്ടില്ലാതായി എന്ന് വിചാരിക്കുന്നു. എന്നാൽ ദൈവം അയാളുടെ തടവറയെ മാറ്റിക്കൊടുത്ത്, സുഖം കൊടുത്ത്, പണ്ടത്തേക്കാൾ കൂടുതൽ നന്മകൾ നൽകി, 2 മടങ്ങ് ആശീർവാദം ദൈവം അയാൾക്ക് കൊടുത്ത്, ഏത് ജനങ്ങളുടെ നടുവിലാണോ അയാൾ അപമാനിക്കപ്പെട്ടത്, അവിടെ ദൈവം അയാളെ പുകഴ്ചയോടെ ഉയർത്തിക്കൊടുത്തു. അതേ ദൈവം പറയുന്നു, എന്റെ മകനെ, മകളെ, പണ്ടത്തെ സ്ഥിതിയേക്കാൾ നിനക്ക് ഞാൻ നന്മ ചെയ്തു തരും. അതിനാണ് യേശു കുരിശിൽ മരിച്ച് നമുക്ക് വേണ്ടി രക്തം ചിന്തി ജീവത്യാഗം ചെയ്ത് ഉയിർത്തെഴുന്നേറ്റത്. വിശ്വാസത്തോടെ ഈ വാഗ്ദത്തം എനിക്കുള്ളതാണ്. കർത്താവേ, അങ്ങ് പണ്ടത്തെ സ്ഥിതിയേക്കാൾ എനിക്ക് കൂടുതൽ നന്മ തരും എന്ന് വിശ്വസിക്കുന്നു എന്ന് പറയൂ. അത്ഭുതത്തെ കാണും. യേശുവേ, പണ്ടത്തെ സ്ഥിതിയേക്കാൾ എനിക്ക് നന്മ ചെയ്തു തരും എന്ന് പറഞ്ഞുവല്ലോ. അത് ഞാൻ വിശ്വസിക്കുന്നു. ആ അത്ഭുതം എനിക്ക് ചെയ്യണമേ എന്ന് ആരൊക്കെയാണോ പ്രാർത്ഥിക്കുന്നത്, ആ മകനെയും മകളെയും അതുപോലെ ആശീർവദിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ